ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ലേഡീസ് പാൻറ് പളാസോ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും സ്റ്റിച്ചിങ്ങിന് വേണ്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് മാത്രമാണ് കാണിച്ചു വരുന്നത്. എങ്ങനെയാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് വെച്ച് നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ബോട്ടം ഭാഗമാണ്. കണ്ടോ, ബോട്ടം ഭാഗത്ത് നമ്മൾ ഈ ഒരു ബോർഡർ തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ തയ്ക്കുവാനുള്ള തുന്നത്തുണി മാത്രമാണ് കൊടുത്തത്. നമുക്ക് മടക്കി തയ്ക്കുവാനും സാധാരണയായി കൊടുക്കുന്ന വീതിയിൽ കൊടുക്കുന്ന തുണി നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മടക്കി തയ്ക്കാവുന്നതാണ്. എന്നാൽ നമ്മളിത് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഉൾവശമാണ്, നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ ഉൾവശമാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് പീസ്, നമ്മുടെ രണ്ട് കാലിൻ്റെ പീസുകളാണിത്. അപ്പോൾ നമ്മളിത് കേട്ടോ ഈ ഒരു പീസിൻ്റെ നമ്മൾ ഉൾവശമാണ് ഇതുപോലെ നമുക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ വെച്ച് നമ്മുടെ ഉൾവശത്തിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു നല്ല വശം കണ്ടോ, ഇത് നമ്മുടെ ഉൾവശമാണ് പാൻറ്റിൻ്റെ, ഇത് നമ്മുടെ തുണിയുടെ നല്ല വശവും. അപ്പോൾ നമുക്ക് ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഉൾവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കാല് കേട്ടോ, നമ്മുടെ രണ്ടാമത്തെ കാലിൻ്റെ ഉൾവശം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ച് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇതുപോലെ വെച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് കണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കും. ഇനി നമ്മളിതിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചതിന് ശേഷം കണ്ടോ ഈ ഒരു പീസിനെ നമുക്ക് നമ്മുടെ നല്ല വശത്തേക്കാണ്, പാൻറ്റിൻ്റെ നല്ല വശത്തേക്കാണ് ഈ ഒരു ഭാഗം നമുക്ക് വരുന്നത്. ഇനി നമ്മളിവിടെ സൈഡിൽ കൂടി കണ്ടോ ഈ ഒരു മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ സൈഡിൽ കൂടി രണ്ട് പീസും നമുക്ക് കൂടെ പ്രസ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കണ്ടോ നമ്മുടെ ബോട്ടം ഭാഗത്ത് കണ്ടോ നമുക്ക് നല്ല പ്രസ്സിങ്ങോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, മുകളിൽ വരുന്ന ഭാഗം നമ്മളിവിടെ മടക്കി എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കറക്റ്റ് മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു കണ്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് എത്രയാണോ വീതി നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് കൊടുക്കാം. ഇത് നമ്മൾ അല്പം കൂടുതൽ വീതിയിലാണ് ഇത് തയ്ച്ചെടുക്കുന്നത്. 10 ഇഞ്ചോളം വീതി ഇതിന് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വശം കണ്ടോ, നമ്മുടെ ഈ ഒരു സൈഡ് വശം നമ്മൾ ഈ ഒരു പീസുമായി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ പാൻറ്റിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ രണ്ടാമത്തെ സൈഡും കണ്ടോ ഇതുപോലെ പുറത്തേക്ക് കൂടുതലായി വരുന്ന തുണിയെ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂട്ടി തയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ തെന്നി മാറി പോവില്ല, കറക്റ്റായിട്ട് നിൽക്കും കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇവിടെ നമ്മളത് കട്ട് ചെയ്തെടുക്കും കണ്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാലും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ രണ്ട് കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത പീസിനെ ഇതുപോലെ വെച്ച് നമുക്ക് എത്രയാണോ നമുക്ക് തുന്നത്തുണി നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. നമ്മുടെ ബോട്ടം ഭാഗമാണിത്. ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ച് ഇവിടെ നിന്ന് നമ്മൾ ഒരു കാല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. നേരെ പകുതിയായി മടക്കി വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ തുന്നത്തുണി കൊടുത്തിരിക്കുന്ന അതേ അളവിൽ നമുക്കിത് മുകളിലോട്ട് നമ്മുടെ ക്രോച്ച് ഭാഗത്തേക്ക് ബോട്ടം ഭാഗത്ത് നിന്ന് തുടങ്ങി ക്രോച്ച് ഭാഗത്തേക്ക് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇവിടെ കറക്റ്റ് വെച്ച് ഇവിടെ ഈ ഒരു ക്രോച്ച് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാല്, ആ രണ്ടാമത്തെ കാലിന് നമ്മൾ ഈ ഒരു പീസ് വെച്ചതുപോലെ തന്നെ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് കണ്ടോ നമ്മുടെ ആദ്യത്തെ പീസിൽ നമ്മൾ എത്രയാണോ തുന്നത്തുണി നമ്മൾ പിടിച്ചിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് തുന്നത്തുണി പിടിക്കണം.
രണ്ട് സൈഡിലും കറക്റ്റായിട്ടാണ് നമുക്ക് തുന്നത്തുണി പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നമ്മളെപ്പോഴും ഇവിടെയൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. രണ്ടാമത്തെ കാലിനും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന പീസ് കണ്ടോ, 2 പീസ് നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പീസിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടുക കണ്ടോ. ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ പീസ് കണ്ടോ, ഇത് നമ്മൾ മറിച്ചിട്ടിട്ടില്ല. ഇത് നമ്മൾ ഇതുപോലെ സാധാരണയായി വെക്കുന്നു കണ്ടോ. ഈ ഒരു പീസാണ് നമ്മൾ മറിച്ചിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മറിച്ചിടാത്ത പീസിനെ കണ്ടോ, ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ തന്നെയാണുള്ളത്. ആ ഒരു പീസിൻ്റെ ആ ഒരു കാലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ മറിച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ക്രോച്ച് ഭാഗം കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഇതുപോലെ കിട്ടും കണ്ടോ. തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് മുകളിലുള്ള നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗമാണ് അവിടെ കറക്റ്റ് കൂട്ടിപ്പിടിച്ച് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എത്രയാണോ തുന്നത്തുണി കൊടുത്തിരിക്കുന്നത്, നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചാണ് തുന്നത്തുണി കൊടുത്തത്, ആ ഒരളവിൽ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. മുകളിൽ നിന്ന് നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ കണ്ടോ, ഈ ഒരു പീസ് കണ്ടോ, നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള പീസ്, അത് നമുക്ക് ആദ്യം നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്ത ഭാഗം നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് വെക്കുക. നമ്മുടെ മുകൾ ഭാഗത്ത് വരുന്ന പീസിനെ രണ്ടാമത്തെ കാലിൻ്റെ പീസിനെ ഇതുപോലെ കണ്ടോ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കണ്ടോ. ഈ ഒരു പീസിനെ നമ്മുടെ ഭാഗത്തേക്ക് വെക്കുക. ഈ ഒരു പീസിന് മുകളിൽ കാണുന്ന പീസിന് ഓപ്പോസിറ്റ് ഭാഗത്തേക്കും വെച്ച് നമ്മുടെ ആ ഒരു ജോയിൻറ്റ് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് നമുക്കിതുപോലെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വെച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നമ്മളൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇവിടെയൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടൂ കേട്ടോ. ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. 2 സൈഡും നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മറിഞ്ഞു വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തിയിടാം കേട്ടോ, മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം കണ്ടോ, നമുക്ക് ആ ഒരു പീസിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ കണ്ടോ, നമുക്ക് ചുളുക്കൊന്നുമില്ലാതെ അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് പോയിന്റിൽ തന്നെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കുവാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള എത്രയാണോ ആവശ്യം അതിനുള്ള ഇലാസ്റ്റിക് എടുത്ത് ഇതുപോലെ പിടിക്കുക കേട്ടോ. നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കേണ്ടത് കണ്ടോ. ഇലാസ്റ്റിക്കിനെ ഇതുപോലെ പിടിച്ച് നമുക്കത് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു പീസിന് മുകളിൽ മറ്റേ ഭാഗം രണ്ടാമത്തെ ഭാഗം വെച്ച് കൊടുത്ത് ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിങ്ങിനെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കണ്ടോ. നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിന് കവർ ചെയ്തെടുക്കാൻ വേണ്ട പീസ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിനെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ കണ്ടോ ഇതുപോലെ മടക്കി നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി തയ്ച്ചെടുക്കും കേട്ടോ. നമ്മളിത് റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു കേട്ടോ. ഇതുപോലെ മടക്കി കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയിട്ട് വേണം സ്റ്റിച്ചിങ് ചെയ്യുവാൻ കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് കണ്ടോ നമുക്ക് ഇവിടെ നമുക്ക് തയ്ക്കുവാൻ ആവശ്യമനുസരിച്ച് നമുക്ക് ഈ ഒരു തുണിയെ നമുക്ക് വലിച്ചു കൊടുക്കാം. ഇലാസ്റ്റിക്കിനെ നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വലിച്ചു കൊടുത്താൽ നമുക്കവിടെ ചുരുക്കി കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമുക്കിവിടെ
കണ്ടോ ഇതുപോലെ തയ്ക്കുക. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇലാസ്റ്റിക്കിനെ കണ്ടോ ഇതുപോലെ വലിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇലാസ്റ്റിക് നമുക്ക് തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് തട്ടുവാൻ പാടുള്ളതല്ല. കണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചുരുക്കൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒന്ന് കറക്റ്റ് ചെയ്യുക. കണ്ടോ നമുക്ക് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇതുപോലെ കണ്ടോ ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ കിട്ടും. നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക്കും തുണിയും കറക്റ്റ് ചെയ്ത് നല്ല ടൈറ്റോട് കൂടി കിട്ടുവാൻ നമ്മൾ തയ്ക്കുന്ന സമയത്ത് കണ്ടോ നമ്മൾ ഈ ഒരു തള്ളവിരൽ കണ്ടോ ഈ ഒരു തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നമുക്കിവിടെ മുകൾ ഭാഗം കണ്ടോ നല്ല ടൈറ്റോട് കൂടി നമ്മുടെ ഈ റെഡിമെയ്ഡ് ട്രൗസറിനൊക്കെ വരുന്ന രീതി നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റിനൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് നല്ല ടൈറ്റോട് കൂടി തന്നെ ഇതുപോലെ നമ്മുടെ മുകൾ ഭാഗം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കേട്ടോ ഇതുപോലെ നമ്മുടെ തള്ളവിരൽ കൊണ്ടൊന്ന് ഇതുപോലെ നീക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴോട്ടേക്കൊന്ന് വലിച്ച് ചെറുതായി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സൂചി പൊട്ടിപ്പോകാതെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ നമ്മുടെ മുകൾ ഭാഗം കണ്ടോ നമ്മുടെ ഇലാസ്റ്റിക്കും തുണിയും നല്ല ടൈറ്റോട് കൂടി നിൽക്കുന്നത് കണ്ടോ നല്ല വൃത്തി ഉണ്ടാകും ഇതുപോലെ തയ്ച്ചെടുത്താൽ. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.